പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പവിത്രതകളേറെയുള്ള ദുൽഹിജ്ജ മാസം, ആ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയായ ഇന്ന് ഒരു 5 ദുആകൾ നമ്മൾ എന്തായാലും ഇന്നത്തെ ദിവസം ദുആ ചെയ്തിരിക്കണം. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സമയങ്ങളുണ്ട്. ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ദുൽഹിജ്ജ മാസത്തിലെ പ്രധാനപ്പെട്ട ചില സമയങ്ങൾ, ചില സന്ദർഭങ്ങൾ, ഇത് മനസ്സിലാക്കി നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കും, ഉറപ്പാണ്. കൂട്ടത്തിൽ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആണും പെണ്ണുമൊക്കെ എല്ലാവരും പ്രത്യേകമായി ചെയ്തിരിക്കേണ്ട ഒരു കൂട്ടം അമലുകൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി പറയുന്നുണ്ട്. അവസാനം വരെ കാണാൻ മറന്നുപോവണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന, സ്നേഹ, ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപാട് ആളുകൾ ദുആരക്കാൻ, ദുആ വസിയത്തായി കമന്റിലൂടെയൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. എല്ലാവിധത്തിലുള്ള സമാധാനവും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ ദുൽഹിജ്ജ മാസം, ആ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് നമ്മളെല്ലാവരും സുബഹി നമസ്കാരം നിസ്കരിച്ചവരാണ്. ഒരുപാട് പേര് ജമാഅത്തായി നമസ്കരിച്ച വാപ്പമാരുണ്ട്, വീട്ടിൽ തന്നെ നിസ്കരിച്ച ഉമ്മമാര്. അല്ലാഹു തആല എല്ലാവരെയും നമസ്കാരത്തെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ നിസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ വെച്ച് ഫർദ് നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള നിസ്കാരം സുബഹി നമസ്കാരമാണ്. ആ സുബഹി നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അല്ലാഹു തആലയുടെ ഭാഗത്തു നിന്ന് പ്രതിഫലം കിട്ടുന്നത് വെള്ളിയാഴ്ച ദിനത്തിൽ ഇന്ന് നമ്മൾ നിസ്കരിച്ച നിസ്കാരമാണ്. അൽഹംദുലില്ലാ, ഇന്നിപ്പോ ഞാൻ എൻ്റെ പള്ളിയിൽ സുബഹിക്ക് ജമാഅത്തിന് ഇമാമ് നിന്ന ആളാണ്. ആദ്യത്തെ റക്അത്തിൽ സൂറത്ത് സജദയാണ് ഓതിയത്, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് ദഹറിന്റെ അല്പഭാഗമാണ് ഓതിയത്. അപ്പോൾ നമ്മൾ ഈ വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിനും അതുപോലെ തന്നെ വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരത്തിന് ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതുക. അതാണ് പ്രത്യേകം സുന്നത്ത്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ഇശാ നിസ്കാരത്തിന് ആദ്യത്തെ റക്അത്തിൽ ഒന്നുകിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല സൂറത്തുൽ അഅല അല്ലെങ്കിൽ ഹൽ അതാക ഹദീസുൽ ഓഷിയ സൂറത്തുൽ ഓഷിയ ഓതലാണ് സുന്നത്ത്. ഇനി അത് അല്ലെങ്കിൽ ഇശാ നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമുഅയോ അല്ലെങ്കിൽ സൂറത്തുൽ മുനാഫിഖൂനോ ഓതാം. ഏതാന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് നമുക്ക് ഓതാം. ഇനി വെള്ളിയാഴ്ച സുബഹി നമസ്കാരം, വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് 3 തരത്തിലാണ് സൂറത്ത് ഓതൽ സുന്നത്തായിട്ടുള്ളത്. ഒന്നെങ്കിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ റക്അത്തിൽ ഏതോദനം സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല സൂറത്തുൽ അഅല ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഗാശിയ ഓതുക, അല്ലെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമുഅ ഓതുക, അതോടൊപ്പം തന്നെ രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ മുനാഫിഖൂൻ ഓതുക. ഇനി മൂന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റക്അത്തിൽ സൂറത്തു സജദ ഓതുക, അതോടൊപ്പം തന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഏതോദനം സൂറത്ത് ദഹർ അത് ഓതുക. അപ്പൊ ഇങ്ങനെയാണത് സുന്നത്തായ രൂപം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ അറിയാവുന്നത്, ഇനിയിപ്പോൾ ഇതൊന്നും അറിയില്ല, നീ വലിയ സൂറത്തൊന്നും അറിയില്ല, ഞങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു സൂറത്ത് അറിയുള്ളൂ, ആയിക്കോട്ടെ. സൂറത്തുൽ കാഫിറൂൻ അറിയാമോ? ആ സൂറത്തുൽ കാഫിറൂൻ അറിയാമെങ്കിൽ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതൽ മതി. അതാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ അൽഹംദുലില്ലാ, വെള്ളിയാഴ്ച ദിവസത്തിലാണ്, പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. പരിശുദ്ധമായ മക്കയിലും മദീനയിലും, പ്രത്യേകിച്ച് മക്കയിലൊക്കെ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്നത്തെ ജുമഅക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും അവിടെ ജുമഅക്കായി എത്തുക. കാരണം സ്വദേശികളും വിദേശികളുമായ എല്ലാ ഹാജിമാരും ഇപ്പോൾ ഹറമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദുൽഹിജ്ജ 8 പവിത്രമായ ഹജ്ജിന്റെ പോരിശയേറിയ കർമ്മങ്ങളൊക്കെ തുടങ്ങുകയാണ്. അപ്പം അതുകൊണ്ട് ആ ഹജ്ജ് തുടങ്ങുന്നതിന് മുമ്പുള്ള, അതുപോലെ ദുൽഹിജ്ജ മാസം തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയുമാണല്ലോ. അപ്പൊ ഈ ഹജ്ജിനും തൊട്ടു മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഈ 2 പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ ഹറമിൽ പരിശുദ്ധമായ മക്കത്തെ പള്ളിയിൽ നല്ല തിരക്കായിരിക്കും. അല്ലാഹു തആല മുഴുവൻ ഹാജിമാർക്കും ഒക്കെ നല്ല രൂപത്തിൽ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനുള്ള അവസരം പടച്ചവൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിശുദ്ധമായ പവിത്രമായ ദുൽഹിജ്ജ മാസത്തിന്റെ വെള്ളിയാഴ്ച ദിവസത്തെയും നമ്മൾ ഒന്ന് ബഹുമാനിക്കണം, ആദരിക്കണം. കാരണം ഇന്നല്ലാഹ ലയുളയ്യിഖുൽ ഐഷ എന്നാണ് മഹാന്മാര് പറയുന്നു. ജീവിതത്തെ പടച്ചവൻ കുടുസാക്കി കളയും, അല്ലാഹു തആല ചുരുക്കി കളയും, അല്ലെങ്കിൽ എന്താണ്, ഒരു ബറക്കത്തില്ലാതാക്കി കളയും ഈ വെള്ളിയാഴ്ച ദിവസത്തെ അനാദരിച്ചാൽ, ബഹുമാനിക്കാതിരുന്നാൽ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. വെള്ളിയാഴ്ച രാവിലും പകലിലും ഒരു മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്താൽ തൂബാ ലിമൻ അമില ഖൈറാ, അവനിക്ക് സ്വർഗമുണ്ടെന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമെന്നാണ്. ഒരു മലക്ക് വിളിച്ചു പറയും, വെള്ളിയാഴ്ച ദിവസത്തെ ബഹുമാനിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്, നീ ബഹുമാനിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ കുടുസായി പോകുമെന്നൊരു മലക്ക് വിളിച്ചു പറയുമെന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ദുആ രക്കുക, അല്ലെ, നിങ്ങൾ എന്നോട് ദുആ രക്കുക, ഞാൻ ദുആ സ്വീകരിക്കുന്നവനാണ്. ദുആ സ്വീകരിക്കുന്നത് പല വിധത്തിലാണ്. ഇന്നല്ലാഹ ഹയ്യുൻ കരീം, അല്ലാഹു തആല നാണിക്കുന്നവനാണ്, പടച്ചവൻ ലജ്ജിക്കുന്നവനാണ്. എന്തിനാ ലജ്ജിക്കുന്നത്, എന്തിനാ നാണിക്കുന്നത്? നമ്മൾ ദുആ ചെയ്തിട്ട് നമ്മുടെ ദുആ സ്വീകരിക്കാതെ ഇരിക്കുന്നത് അല്ലാഹ്ക്ക് ഭയങ്കര നാണക്കേടാണ്. അതുകൊണ്ട് അല്ലാഹു തആല ദുആ സ്വീകരിക്കും. ദുആ സ്വീകരിക്കുന്നത് പല രൂപത്തിലാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണേണ്ട അമലാണ് നല്ലവണ്ണം ദുആ രക്കുക. ദുആ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ദുആ അല്ലാഹു തആല വേഗത്തിൽ സ്വീകരിക്കാം. നമ്മൾ ചോദിക്കുന്ന കാര്യം പെട്ടെന്ന് അല്ലാഹു തആല തരും. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യമൊന്നും അല്ലാഹു തആല തരില്ല, കുറെ കഴിഞ്ഞായിരിക്കും തരിക. തരും, പക്ഷെ കുറെ കഴിഞ്ഞായിരിക്കും. അല്ലെങ്കിൽ ചോദിച്ചാൽ ചിലപ്പോൾ അത് തരൂല, അതിനേക്കാൾ ഹൈറായത് ചിലപ്പോൾ നമുക്ക് തരും. ചിലപ്പോൾ ഉടൻ തരും, ചിലപ്പോൾ താമസിച്ച് തരും. ഇനിയോ ചോദിച്ചാൽ കൊടുക്കില്ല, പകരം അല്ലാഹു തആല നമ്മുടെ എന്തെങ്കിലും ഒരു ആപത്ത് മുസീബത്ത് വരാനുണ്ടെങ്കിൽ അതൊക്കെ തട്ടിക്കളയുമെന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദുആക്ക് ഇവിടെ ഒരു ഉത്തരവുണ്ടാവില്ല, നാളെ ആഖിറത്തിലായിരിക്കും നമുക്ക് അല്ലാഹു തആല പ്രതിഫലം തരുക. അപ്പോൾ നല്ലവണ്ണം ദുആ ചെയ്യണം. ദുആ ചെയ്യുമ്പോൾ പ്രത്യേകമായി നമ്മൾ ഓർത്തിരിക്കേണ്ട ചില ദുആകളുണ്ട്. അതിൽപ്പെട്ട ഞാൻ എൻ്റെ പല ക്ലാസ്സിലും അത് ഉണർത്തിയിട്ടുണ്ട്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ ദുആ നമ്മൾ മറന്നു പോവണ്ട. പിന്നെയോ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. 5 ദുആകൾ നമ്മൾ ഒരിക്കലും വിട്ടുപോകരുതേ. നമ്മൾ എപ്പോൾ ദുആ ചെയ്താലും ഈ 5 ദുആയി നമ്മൾ ഉൾപ്പെടുത്തണേ. കാരണം ദുനിയാവിലും നാളെ ആഖിറത്തിലും നാളെ ഖബറിലൊക്കെ വിജയിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചോദിക്കുന്ന ദുആയാണ് ഈ 5 ദുആ. ദ്വാരക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില ദിവസങ്ങൾ, ചില സമയങ്ങൾ, ചില വ്യക്തികൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ചില മൊമെന്റുകൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അല്ലാഹു തആല വേഗത്തിൽ നമ്മുടെ ദുആയൊക്കെ സ്വീകരിക്കുന്നതാണ്. യാത്രക്കാരന്റെ ദുആ അല്ലാഹു തആല കബൂലാക്കുമെന്നതാണ്. യാത്രക്കാരന്റെ ദുആ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ദീർഘമായ യാത്ര വേണമെന്നുമില്ല. ഇപ്പൊ ഞാൻ എൻ്റെ പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് ആഴ്ചയിൽ വരുന്നു. ഞാനൊരു യാത്രക്കാരനാണ്. അതൊരു ഏകദേശം 3/4 മണിക്കൂർ പിടിക്കും പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് വരാൻ, ഏകദേശം 22 കിലോമീറ്റർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ യാത്രയിൽ ഞാൻ ചെയ്യുന്ന ദുആ അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ്. ചില ദുആകൾ അല്ലാഹു തആല കബൂൽ ചെയ്യും. പ്രത്യേകിച്ച് ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ഓർത്തിരുന്ന് ചെയ്യേണ്ട ചില സമയങ്ങളുണ്ട്. ദുആ ചെയ്യുമ്പോൾ ഓർത്തിരുന്ന് ചെയ്യേണ്ട ചില സമയങ്ങൾ, സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് യാത്രക്കാരൻ്റെ ദുആ. അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ, അത് ഭയങ്കര എഫക്റ്റീവായ ദുആയാണ്. ഒരിക്കലും മോശമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ രക്കരുത്. മക്കൾ എന്തെങ്കിലും മോശത്തരം കാണിച്ചാൽ അവരെ നന്നാക്കി തരണേ അല്ലാ എന്നാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി ദുആ രക്കേണ്ടത്. അല്ലാതെ അവൻ നശിച്ചു പോട്ടെ, നീ ഇല്ലാതായി പോട്ടെ, നീ മരിച്ചു പോട്ടെ എന്നൊന്നും മക്കൾക്കെതിരെ നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. മക്കൾക്ക് അനുകൂലമായിട്ടാവണം നമ്മൾ ദുആ ചെയ്യേണ്ടത്. പിന്നെയോ ഭരണാധികാരികൾ, ഭരണീയർക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ്. അല്ലാഹുവേ, എൻ്റെ കീഴിലുള്ള ഒരുപാട് ആളുകളുണ്ട്, പാവപ്പെട്ടവർ, അവർക്കൊക്കെ ഖൈർ കൊടുക്കണേ എന്നൊരു ഭരണാധികാരി ദുആ ചെയ്താൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കുമെന്നാണ്. ഇങ്ങനെ ചില ആളുകളുടെ ദുആ അല്ലാഹു തആല കബൂൽ ചെയ്യും വേഗത്തിൽ. അതുപോലെ തന്നെ ചില സമയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദുൽഹിജ്ജ മാസത്തിൽ നിന്നും ചില സമയങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമുക്ക് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അതിലൊന്നാമത്തേതാണ് മഴ പെയ്യുന്ന സമയം. അല്ലെ, ഇപ്പോൾ പല സ്ഥലത്തുമൊക്കെ നല്ല മഴയാണ്.
വൈകുന്നേരം രാത്രിക്കാല മഴ ഉണ്ടാകും. ആ മഴ പെയ്യുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്താണെന്നാണ് മഴയെപ്പറ്റി പറയുന്നത് അല്ലേ. അപ്പോൾ ആ റഹ്മത്താകുന്ന മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് റഹ്മത്തിന് ചോദിച്ചാൽ പടച്ചവൻ നമുക്ക് റഹ്മത്ത് അള്ളാഹു താല, മഴ എന്നുള്ള റഹ്മത്തല്ല, അതല്ലാത്ത റഹ്മത്ത്, അതല്ലാത്ത കാരുണ്യം അള്ളാഹു താല നമുക്ക് ചെയ്യുമെന്ന് നമുക്ക് കിതാബിൽ കാണാം. പിന്നെയോ ബൈനൽ അദാനി വൽ ഇഖാമാ, ദുൽഹിജ്ജ മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. എൻ്റെ ഉമ്മമാരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയത്ത് പ്രത്യേകം ദുആ അരക്കണേ. നമ്മുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. അതായത് പള്ളിയിൽ നിന്നും ബാങ്ക് വിളിച്ച ഉടനെ നമ്മൾ ദുആ അരക്കണേ. പിന്നെയോ നമ്മൾ ഇക്കാമത്ത് കൊടുത്ത് ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഉണ്ടാവില്ല ഇക്കാമത്ത് കൊടുക്കാൻ. അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. പിന്നെയോ മറ്റൊരു സന്ദർഭമുണ്ട്, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, സ്വഫിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്തുള്ള ദുആ അല്ലാഹു തആല കബൂലാക്കും. ബഅദസ്സലാ, നമസ്കാരത്തിന് ശേഷമുള്ള ദുആ അല്ലാഹു തആല പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുമെന്നാണ്. നിസ്കാരത്തിന് ശേഷം ഇവൻ നിസ്കാരം കഴിഞ്ഞ് ഓടി പോവാണോ അതോ അവിടെ ഇരിക്കുകയാണോ, എനിക്ക് വേണ്ടി ദിക്ർ ചൊല്ലുവാണോ, അതുപോലെ ഇവൻ എന്നോട് ദുആ അരക്കുന്നുണ്ടോ എന്ന് അല്ലാഹു തആല നോക്കുമെന്നാണ്. പിന്നെയോ സുജൂദിൽ ചെയ്യുന്ന ദുആ അല്ലാഹു തആല പ്രത്യേകം കബൂൽ ചെയ്യുമെന്നാണ്. സുജൂദിൽ നമ്മൾ പറയുന്ന ദുആകൾ അല്ലാഹു തആല സ്വീകരിക്കും. പിന്നെയോ വെള്ളിയാഴ്ച ദിവസത്തിലാണുള്ളത്. ഉമ്മാ, വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഇന്നത്തെ ദുആ അല്ലാഹു തആല കബൂൽ ചെയ്യും. ഇന്ന് രാവിലെയാണ് ഇന്നത്തെ ദുഹാ സമയത്തുള്ള ദുആ. ഒരു ദുഹാ സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ദുഹാ സമയമാണ്. ഇപ്പൊ ഞാനിപ്പോ സുബഹിക്ക് നമസ്കരിച്ചു അല്ലെ, നമ്മളൊക്കെ സുബഹിക്ക് നമസ്കരിച്ചു. ഏകദേശം ഉദയമൊക്കെ കഴിഞ്ഞ് ഒരു 6:30 അല്ലെങ്കിൽ 6:45 ആകുമ്പോൾ ഏതാവും ദുഹായുടെ സമയമൊക്കെ കൃത്യമായിട്ട് തുടങ്ങും. ആ സമയം മുതൽ ഏകദേശം ഒരു 12 മണി വരെ ദുഹായുടെ സമയമുണ്ട്. ആ സമയത്തുള്ള ദുആ സ്വീകരിക്കും. പിന്നെയോ ഇന്ന് ജുമഅക്ക് വേണ്ടി ബാങ്ക് വിളിക്കും. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അതിന് ശേഷമുള്ള ടൈം, ജുമഅക്ക് ഖത്തീബ് ഖുത്ബ ഓതാൻ മിമ്പറിലേക്ക് കയറി ഇറങ്ങുന്ന ആ ഒരു ടൈം, അതുപോലെ ഇന്നത്തെ ജുമഅക്ക് ശേഷമുള്ള സമയം, ഇന്നത്തെ അസറിന് ശേഷമുള്ള സമയം, അതുപോലെ ഇന്നത്തെ മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയം, ഇതൊക്കെ ദുആ ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. പിന്നെയോ ഒരു അനുഗ്രഹം കിട്ടിയാൽ ഉടൻ തന്നെ ദുആ അരക്കണേ. അതിനും അല്ലാഹു തആല വേഗത്തിൽ ഉത്തരം തരുന്നതാണ്. മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആ ദിക്ർ പറഞ്ഞിട്ട് ചെയ്യുന്ന ദുആ പ്രാർത്ഥന അല്ലാഹു തആല വേഗത്തിൽ ഖബൂൽ ചെയ്യുന്നതാണ്. ഖുർആൻ ഓതിയിട്ട് ദുആ അരക്കണേ. അതുപോലെ പരിശുദ്ധമായ അറഫ രാവ്, അറഫ ദിനമൊക്കെ നമ്മളിലേക്ക് വരികയാണ്. ആ രാവിലും പകലിലും നമ്മുടെ ദുആ അല്ലാഹു തആല ഖബൂലാക്കുന്നതാണ്. രോഗം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രോഗ അവസ്ഥയിൽ ചെയ്യുന്ന ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. ഒരാൾക്ക് വേണ്ടി നമ്മൾ അയാളുടെ അസാന്നിധ്യത്തിൽ ചെയ്യുന്ന ദുആ അല്ലാഹു തആല ഖബൂലാക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് സമയങ്ങൾ ദുൽഹിജ്ജ മാസത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ദുആ അല്ലാഹു തആല ഖബൂലാക്കുന്ന ഒരുപാട് സമയങ്ങൾ, ഒരുപാട് മൊമെന്റുകൾ ഉണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ വെള്ളിയാഴ്ച ദിവസത്തിലാണുള്ളത്. ധാരാളമായിട്ട് സ്വലാത്ത് പറയുക, ദിക്ർ ഔറാദുകൾ അധികരിപ്പിക്കുക, ഇസ്തിഗ്ഫാർ പറയുക, നല്ലവണ്ണം എല്ലാ കാര്യത്തിനും വേണ്ടി ദുആ ചെയ്യുക, മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുക. ഉമ്മമാരെന്നിപ്പോൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പള്ളിക്കാട്ടിലേക്കൊന്നും വരേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഇരുന്നിട്ട് യാസീൻ ഓതുകയോ ഫാത്തിഹ ഓതുകയോ, എന്നിട്ട് മരിച്ച ഉമ്മ വാപ്പ അതുപോലെ തന്നെ ഭർത്താവ് മക്കൾ ആരൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയൊക്കെ ഹദിയ ചെയ്യുക. അവർക്ക് വേണ്ടിയൊക്കെ ദുആരൊക്കെ അല്ലാഹുവേ ഞാൻ ഓതിയ സൂറത്ത് യാസീൻ അല്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെയൊക്കെ പ്രതിഫലം മരണപ്പെട്ട ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന് നല്ലവണ്ണം ദുആരക്കുക. രോഗികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സന്ദർശിക്കുക. ആരെയും കുറ്റം പറയാൻ നിൽക്കണ്ട, വഴക്കിനൊന്നും പോവണ്ട, പരദൂഷണം പറയരുത്, ഏഷണി പറയരുത്, അതുപോലെ തന്നെ കുറ്റങ്ങളും കുറവുകളൊന്നും പറഞ്ഞു നടക്കണ്ട. നല്ല ഒരു ജീവിതം, നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവാതെ പ്രത്യേകം സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി എന്നെ മരിപ്പിക്കണേ അല്ലാ എന്ന് നല്ലവണ്ണം നമ്മൾ നമസ്കാരത്തിന് ശേഷമൊക്കെ ദുആരക്കുക. കൂട്ടത്തിൽ നമ്മുടെ ഹാജിമാർ, അവരൊക്കെ ഹജ്ജിനായി പോയവരാണല്ലോ, ആ ഹജ്ജും ഉംറയൊക്കെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ എന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ദ്വാരക്കാൻ മറന്നു പോവണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറ്റി തരട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.